അവർ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയൊരു നാടകമായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ട് ഈ സ്ക്രൂട്ടനി എന്ന് പറയുന്നത്. ഇതുവരെ ഒരു അസോസിയേഷനും സ്ക്രൂട്ടനിക്ക് മാധ്യമപ്രവർത്തകരെ അകത്ത് കയറ്റിയിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണ് ഒരു അസോസിയേഷൻ സ്ക്രൂട്ടനിക്ക് വേണ്ടി മാധ്യമപ്രവർത്തകരെ അകത്ത് കയറ്റുന്നത്. അത് എന്നെ നാണം കെടുത്തുക, എന്നെ അപമാനിതയാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഇത് നിഷ്പക്ഷമായിട്ടാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നാടകമൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നാണ് അവരിത് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമാണ് നമ്മളെല്ലാവരും കണ്ടത്. ഞാൻ അസോസിയേഷനിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ എൻ്റെ തലപ്പത്തേക്ക് വരികയാണെങ്കിൽ, തലപ്പത്ത് എന്നത് പോട്ടെ, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ കൂട്ടരാജി വയ്ക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ എന്നെ അത്രയ്ക്കധികം അവർ ഭയക്കുകയാണ്. എന്തിനാണ് ഭയക്കുന്നത്? അവർ ഭയക്കുന്നത് അവരുടെ അഴിമതികൾ ഞാൻ വെളിയിൽ കൊണ്ടുവരുമെന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഇത്രയും വർഷങ്ങളായി നടത്തിക്കൊണ്ടുവന്നിരുന്ന വൻ അഴിമതി, അതായത് കോടാനുകോടി പൈസയുടെ അഴിമതി, ഈ പറയുന്ന വ്യക്തിത്വങ്ങളെല്ലാം ജീവിത ചെലവ് നടത്തുന്നത് ഈ അസോസിയേഷൻ്റെ, ഈ പാവപ്പെട്ട നിർമ്മാതാക്കളുടെ കാശിൽ അഴിമതി കാണിച്ചുകൊണ്ടാണ്. അപ്പം ഇന്ന് മറ്റൊരു നിർമ്മാതാവ് ശ്രീ ശശി അയ്യഞ്ചിറ, നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ സെക്രട്ടറിയായി 6 വർഷം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന അസോസിയേഷൻ നേതാക്കൾ നടത്തുന്ന അഴിമതിയെ അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം സത്യമാണ്, ഞാൻ ഈ പറയുന്നതിലെല്ലാം കാര്യമുണ്ട് എന്ന് മറ്റൊരു വ്യക്തി കൂടി ഇന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് സംഘടനയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഗുണ്ടകളായ കുറച്ചു പേര് അവരുടെ ഗുണ്ടായിസം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അതിനെയാണ് ഇപ്പൊ ശശി അയ്യഞ്ചിറയെ പോലെയുള്ള നിർമ്മാതാക്കൾ പുറത്തേക്ക് വന്ന് ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പുറത്തേക്ക് പറഞ്ഞത്. ഈ അസോസിയേഷന്റെ പേരിൽ അസോസിയേഷന്റെ നിർമ്മാതാക്കളെ, മറ്റ് പാവപ്പെട്ട നിർമ്മാതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ മറ്റൊരു പ്രൈവറ്റ് കമ്പനി തുടങ്ങി അവർ അതിൻ്റെ എല്ലാ എന്താ പറയുക, കോടിക്കണക്കിന് പൈസയാണ്, അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതാണ്. ഇതിനകത്ത് അധികാരമോഹത്തിന് അപ്പുറത്ത് ഒരു പണത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ അധികാരം വിട്ടുതരാൻ തയ്യാറാവാത്തത്. കാട്ടുകള്ളന്മാരാണ് ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം.